ശ്രീ റെജിനിലേക്ക് പോകുകയാണ്. ശ്രീ റെജിൻ, ഇവിടെ പ്രകടന പത്രികകൾ, തെരഞ്ഞെടുക്കടുക്കുമ്പോൾ നടത്തുന്ന അവകാശവാദങ്ങൾ ഇവയൊക്കെ വിലയിരുത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജനങ്ങൾ കൃത്യമായി തന്നെ അവലോകനം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വർഗീയ കൂട്ടുകെട്ടുകൾ കൂടി ചർച്ചാ വിഷയം ആകുകയാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇടതും വലതും എന്നുള്ള നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന പതിവ് ശൈലികൾ മാറി ചിന്തിക്കുന്ന തരത്തിലേക്ക് കേരളം ഒരു വികസനത്തിനു വേണ്ടി വോട്ട് ചെയ്യുന്ന തരത്തിലേക്ക് നീങ്ങുന്ന യുവജനത, ഇതൊക്കെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘടകങ്ങൾ ആകുമെന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കുന്നത്? UDF എത്രത്തോളം സജ്ജമാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ? രോഹിണി, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തെ പിന്നോട്ടടിച്ച ഒരു ഗവൺമെന്റിനെതിരെയുള്ള ഒരു പോരാട്ടമായാണ് ജനങ്ങൾ കാണുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിന്റെ പ്രവർത്തന വിലയിരുത്തൽ നമ്മളൊന്ന് വായിച്ചു നോക്കുക. 10 വർഷക്കാലം കേരളത്തെ പിന്നോട്ടടിച്ച് കേരളത്തിന്റെ പൊതുകടം കൂട്ടി ഇനിയും വരുന്ന തലമുറയ്ക്ക് പോലും തലയിലേക്ക് കടം എഴുതി വെക്കുന്ന ഒരു ഗവൺമെന്റായി കേരളത്തിന്റെ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെ ശബരിമലയെ പോലെയുള്ള പുണ്യക്ഷേത്രത്തിലെ കൊള്ള നടന്നിരിക്കുകയാണ്. അതും കൊടും കൊള്ള നടന്നിരിക്കുകയാണ്. ക്ഷേത്രത്തെ നശിപ്പിക്കുവാൻ വേണ്ടി, ശബരിമല പോലെ ക്ഷേത്രത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി അവിടുത്തെ ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെ സ്വർണ്ണപ്പാളികളൊക്കെ ഒരു കൊടും കൊള്ള നടത്തിയിരിക്കുന്ന ഒരു കള്ളക്കൂട്ടമായിട്ട് കേരളത്തിലെ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആളുകൾ, അത് വിനോദിനിയാവട്ടെ, ഹർഷിതയാവട്ടെ, ബിന്ദു ആവട്ടെ, ഉഷ തോമസ് ആവട്ടെ, ബിൻസ്മീർ ആവട്ടെ, ഈ സനൂപ് ആവട്ടെ, അങ്ങനെ നിരവധിയായ ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആളുകൾ ഇരയായി തീർന്ന, അല്ലെങ്കിൽ ഇന്ന് ഭൂമിയിൽ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നിരവധിയായ ആളുകൾ ചെന്നെത്തിയിരിക്കുന്ന ആരോഗ്യ മേഖലയിലെ വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട് കർഷകരുടെ ആത്മഹത്യകൾ നിരമ്പ്രതി കൂടുന്ന ഒരു 10 വർഷക്കാലമായി ബന്ധപ്പെട്ട വിലയിരുത്തലുമായി ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്. PSC പോലെയുള്ള സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി കൊണ്ടുപോയ ഒരു ഗവൺമെന്റ്, ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ എന്ത് ചെയ്യണമെന്നറിയാതെ സമരത്തിലേക്കും മുട്ടിലെഴിഞ്ഞും ശവപ്പെട്ടി ഉണ്ടാക്കിയും ഒക്കെ സമരം ചെയ്ത രീതിയിലേക്ക് PSC പോലെയുള്ള ഒരു സംവിധാനത്തെ കൊണ്ടെത്തിച്ച ഗവൺമെന്റിന്റെ വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ 2016 മുമ്പ് നമ്മൾ സിന്തറ്റിക് ലഹരിയെ പറ്റിയോ MDMA പറ്റിയോ കേട്ടുകേൾവി പോലും ഇല്ലായിരുന്നു കേരളത്തിൽ. 2016 തൊട്ടുള്ള 10 വർഷങ്ങൾ കാലം കൊണ്ട് കേരളത്തിലെ ലഹരി മാഫിയകളുടെ ഊണ്ടുവിളയാടുന്ന ഒരു സ്ഥലമായി, ഒരു ഹബ്ബായി കേരളത്തെയും കേരളത്തിലെ സിറ്റികളെയൊക്കെ മാറ്റിയെടുത്ത് ഇവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്, ഇവിടുത്തെ യുവാക്കൾ വരെയുള്ള ആളുകളെ ലഹരിയിലേക്ക് തള്ളിവിട്ട് ലഹരി മാഫിയയുടെ കമ്പോളമായി കേരളത്തെ മാറ്റിയിരിക്കുന്ന ഗവൺമെന്റിനെതിരെയുള്ള വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്. അങ്ങനെയുള്ള രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്. ഇത് മാറ്റം എന്ന് പറയുമ്പോൾ ഇത് പ്രതിപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ വേറൊരു പാർട്ടിയുടെയോ ഒന്നും മാത്രം ആരോപണമല്ല. ഈ തെരഞ്ഞെടുപ്പുമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിമതർ എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്ന ആളുകൾ, അവരുടെ ഓരോരുത്തരുടെയും പേരുകളൊന്നും എടുത്തു വെച്ച് നോക്കൂ. ഇപ്പൊ പയ്യന്നൂരിൽ വരിക്കുന്ന കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നത് CPM-ന്റെ 10 വർഷം അവരുടെ കൂടെ ഭരണത്തിൽ ഇരുന്ന് ഇവരുടെ ഭരണവിരുദ്ധ വികാരവും ഇവരുടെ പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്നും ഇറങ്ങി മത്സരിക്കുന്ന ഒരാളായി കുഞ്ഞികൃഷ്ണൻ മാറിയിരിക്കുകയാണ്. G. സുധാകരൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവ്, CPM-ന്റെ SFIയുടെ ആദ്യകാല പ്രസിഡന്റ് ഉൾപ്പെടെ ഈ പാർട്ടിക്കെതിരെ മത്സരിക്കുവാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. TK ഗോവിന്ദൻ എന്ന് പറയുന്ന ഈ CPM-ന് വേണ്ടി നിന്ന ആള് ഈ പാർട്ടിക്കെതിരെ മത്സരിക്കുവാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. CC മുകുന്ദൻ എന്ന് പറയുന്ന നാട്ടികയിലെ MLA, അതായത് 10 വർഷം ഇവരുടെ 5 വർഷക്കാലം ഇവരുടെ MLA ആയിരുന്ന ആൾ ഈ പാർട്ടിക്കെതിരെ മത്സരിക്കുകയാണ്. രാജേന്ദ്രൻ എന്ന് പറയുന്ന ദേവികുളത്തെ MLA ഈ പാർട്ടിക്കെതിരെ മത്സരിക്കുകയാണ്. ഐഷ പോറ്റി എന്ന് പറയുന്ന ഇവിടെ മുന്നിൽ MLA-യും CPM-ന്റെ നേതാവും ഈ പാർട്ടിക്കെതിരെ മത്സരിക്കുകയാണ്. PK ശശി ഈ പാർട്ടിക്കെതിരെ മത്സരിക്കുകയാണ്. അങ്ങനെ CPM-കാരായിട്ടുള്ള MLA-മാരെ പോലും ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ പറ്റാത്ത ഒരു ഭരണ വിരുദ്ധ തരംഗത്തിലേക്ക് ഈ സംവിധാനം പോയിരിക്കുകയാണ്. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ 10 വർഷം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ 10 വർഷക്കാലത്തെ വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ചൂണ്ടിക്കാട്ടാം. വിമത ശല്യവും ഭിന്ന അഭിപ്രായങ്ങളും ഒക്കെ കോൺഗ്രസിലും ഉടലെടുത്തത് കണ്ടതാണ്. എന്തിന് ഒടുവിൽ ഒരു സ്ഥാനാർത്ഥി പട്ടിക പോലും പ്രസിദ്ധീകരിക്കാൻ കഴിയാത്ത വിധമുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ UDF-ഉം കോൺഗ്രസും ഒക്കെ നേരിട്ടതല്ലേ? രോഹിണി,
കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ശരിയാണ്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ കോൺഗ്രസ് പാർട്ടിയെ വിട്ടുപോയി വേറെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളൊക്കെ ആയി മാറിയിട്ടുണ്ട്. അത് എന്താണ്? പാർട്ടിയുമായി ബന്ധപ്പെട്ട് സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ, അധികാരത്തിന്റെ പേരിലൊക്കെ പോയ ആളുകളാണ്. പക്ഷെ ഇത് കുഞ്ഞികൃഷ്ണനെയും ഈ പറയുന്ന എ സുരേഷിനെയും ടി കെ ഗോവിന്ദനെയും ജി സാറിനെ പോലെയുള്ളവർ പാർട്ടിക്കകത്ത് യുദ്ധം നടത്തിക്കൊണ്ടിരുന്നവരാണ്. ഈ പാർട്ടിയുടെ ശരിയായ രീതിയല്ല ഈ മുന്നോട്ട് പോകുന്നത്, ഇവിടെ പിണറായിസമാണ്, കമ്മ്യൂണിസം അല്ല നടപ്പിലാകുന്നത് എന്ന് പറഞ്ഞു പുറത്തു പോയവരാണ്. അല്ലാതെ ഈ പറയുന്ന സീറ്റ് കിട്ടാഞ്ഞിട്ട് മാത്രം വെളിയിൽ പോയവരല്ല. സീറ്റ് കിട്ടാത്തവരൊക്കെ വെളിയിൽ പോയെന്നിരിക്കും. അതല്ലല്ലോ ഇവിടുത്തെ ചർച്ച എന്ന് പറയുന്നത്. സീറ്റ് കിട്ടാത്തവർ പോയി വേറെ സീറ്റ് അധികാരവുമായി ബന്ധപ്പെട്ടവർ വേറെ പോയിട്ടില്ലെന്ന് ഞാൻ ശരി ശരി ശ്രീ രജൻ, നമുക്ക് അതിലേക്ക് എത്താം. എന്തായാലും ഈ വിമത സ്വരങ്ങൾ എന്നതിലുപരി എന്താണ് ഒരുപക്ഷെ ഈ മുന്നണികൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അത് ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത്.